പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിവിൽ എക്സൈസ് ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക്സിലെ പുതിയൊരു ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അബ്കാരി ആക്ടിൽ കുറച്ച് ഭാഗം നമ്മൾ പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിലബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ സിലബസിൽ മാറ്റമൊന്നുമില്ല, പഴയ സിലബസ് തന്നെയാണ്. അപ്പോൾ പെൻഡിങ്ങുള്ള കാര്യമാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകളെല്ലാവരും ഓർഡറിൽ കണ്ടു വരുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് ക്ലാസ് കാണുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്ലേലിസ്റ്റിൽ പോയിട്ട് കറക്റ്റ് ആ ഓർഡറിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഓർഡറിൽ ക്ലാസ് കണ്ടുവരും കേട്ടോ. ഓരോ ദിവസം കുറച്ച് ക്ലാസ് ഭാഗങ്ങളാണ് നമ്മൾ ക്ലാസ് ആയിട്ട് എടുക്കുന്നത്. അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വരിക. ആഴ്ചയിൽ സൺഡേ നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോ ആഴ്ച എടുത്ത കാര്യങ്ങൾ എക്സാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്യുക. ടെലിഗ്രാമിലായിരിക്കും എക്സാം ഒക്കെ നടക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കോമൺ ക്രൈംസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. നമ്മുടെ സിലബസിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഓരോ സെക്ഷൻസ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷൻസ് എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ ആ സെക്ഷൻസ് എടുത്ത് പറയുന്ന സെക്ഷൻസ് കൃത്യമായിട്ട് പഠിക്കുക. അതിൻ്റെ സെക്ഷൻസും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന പിഴ അല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ എന്താണെന്നൊക്കെ കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ടൊന്ന് പഠിച്ചെടുക്കാം. ഫസ്റ്റ് വൺ അല്ലേ, സെക്ഷൻ 8(1) കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. നമ്മൾ സെക്ഷൻ 8നെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ് സെക്ഷൻ 8 എന്ന് പറഞ്ഞാൽ, എന്താണ് സെക്ഷൻ 8 എന്ന് പറഞ്ഞാൽ ഒന്ന് ഓർത്തെടുത്തേ. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചതായിരുന്നു അല്ലേ സെക്ഷൻ 8നെ കുറിച്ചിട്ട് അല്ലേ. ചാരായ അല്ലേ, ചാരായവുമായി ബന്ധപ്പെട്ട സെക്ഷൻ അല്ലേ 8 എന്ന് പറയുന്നത്. ചാരായവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എന്തൊക്കെയാണ്, അത് കൈവശം വെക്കുക, അതിൻ്റെ ഉൽപാദനം അല്ലേ, അതിന് ഇറക്കുമതി കയറ്റുമതി, അത് ആർക്കെങ്കിലും വിൽക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന വകുപ്പല്ലേ സെക്ഷൻ 8 ചാരായം അല്ലേ. സെക്ഷൻ 8നെ കുറിച്ച് പറയുന്നത് ക്ലിയർ അല്ലേ. അപ്പൊ സെക്ഷൻ 8(1) അല്ലേ, ആ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് സെക്ഷൻ 8(1) പറയുന്നത്? സെക്ഷൻ 8(1) എന്താ പറയുന്നത് അല്ലേ, ഇങ്ങനെ ഒരു വ്യക്തി ഒരു പെർമിറ്റ് ഒന്നും ഇല്ലാതെ ചാരായം നിർമ്മിക്കുകയോ അല്ലെങ്കിൽ കൈവശം വെക്കുകയോ അത് വിൽക്കുകയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അല്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന പ്രത്യേക വകുപ്പ് ഏതാന്ന് ചോദിച്ചാൽ സെക്ഷൻ 8(1) ഓക്കെ, അങ്ങനെ ചെയ്താൽ അല്ലേ അയാൾക്കുള്ള ശിക്ഷയെ പറ്റി പറയുന്ന സെക്ഷൻ ഏതായിരുന്നു? ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. എന്തായിരുന്നു? സെക്ഷൻ 8(2) അല്ലേ, ശിക്ഷയെ കുറിച്ച് പറയുന്ന സെക്ഷൻ അല്ലേ. ഏതാണ്? സെക്ഷൻ 8(2) അല്ലേ. അപ്പൊ 8(1) എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ അല്ലേ, അനുമതി ഒന്നും കൂടാതെ ലൈസൻസ് ഒന്നും ഇല്ലാതെ ഒരു വ്യക്തി എന്ത് ചെയ്യുക, ചാരായ നിർമ്മാണം നടത്തുക, അത് ഇറക്കുമതി ചെയ്യുക, കയറ്റുമതി ചെയ്യുക, അതിന്റെ കടത്ത് അല്ലേ, കൈവശം വെക്കുക തുടങ്ങിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നല്ലേ, അതിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ട വകുപ്പാണ് 8(1) എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ. 8(2) എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെ ചെയ്താൽ അല്ലേ ആ വ്യക്തിക്കുള്ള ശിക്ഷയെ പറ്റി പറയുന്ന സെക്ഷനാണ് ഏത്? 8(2). നമ്മൾ ആ ശിക്ഷയും എന്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, ഓർമ്മയുണ്ടോ? ഒന്ന് ഓർത്തെടുത്തേ അല്ലേ. വലിയ ശിക്ഷയാണ് അല്ലേ, നമ്മൾ പറഞ്ഞില്ലേ 10 വർഷമാണ് അല്ലേ. 10 വർഷം തടവും പിന്നെന്താണ് 1 ലക്ഷം രൂപ പിഴയും അല്ലേ, രണ്ടും കൂടിയാണ് അല്ലേ. പലപ്പോഴും പല കേസിൽ എന്താ പറയാറല്ലേ, ഒന്നെങ്കിൽ 10 വർഷം അല്ലെങ്കിൽ എന്താണ് പിഴ, ഒന്നുകിൽ 10 വർഷം തടവ് അനുഭവിക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പിഴ അടയ്ക്കുക ചെയ്യേണ്ടത് അല്ലേ. ഈ ഒരു കേസിൽ എന്താണ്, രണ്ടും ഇവർ എന്ത് ചെയ്യണം അല്ലേ, 10 വർഷം തടവും അനുഭവിക്കണം, കൂടാതെ 1 ലക്ഷം രൂപ പിഴയും അടയ്ക്കേണ്ടതുണ്ട് അല്ലേ. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്, വലിയ ശിക്ഷയാണല്ലേ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചാരായവുമായി ബന്ധപ്പെട്ടിട്ട് കൊടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ നോക്കാം. ഇനി നമുക്ക് പ്രത്യേകം പറഞ്ഞ സെക്ഷൻ എടുക്കാം. സെക്ഷൻ 13 പറ്റിയിട്ട് പറയുന്നുണ്ട് അല്ലേ. നമ്മുടെ സിലബസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് സെക്ഷൻ 13 കുറിച്ചിട്ട് അല്ലേ. എന്താണ് സെക്ഷൻ 13 എന്താ പറയുന്നത് അല്ലേ. ഇവിടെ നോക്കൂ, സർക്കാർ അനുവദിച്ച അളവിൽ കൂടുതൽ മദ്യമോ ലഹരി മരുന്നോ കൈവശം വയ്ക്കുന്നത് നിരോധിച്ചിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 13 എന്ന് പറഞ്ഞാല്. ഓക്കെ, ക്ലിയർ അല്ലേ. എന്താണ് സെക്ഷൻ 13 എന്ന് പറഞ്ഞാല്? സർക്കാർ അനുവദിച്ചിട്ടുള്ള അളവിൽ കൂടുതൽ മദ്യമോ ലഹരി മരുന്നോ കൈവശം വെക്കുക. നമുക്കറിയാലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വ്യക്തിക്ക് എത്ര വയസ്സ് കഴിഞ്ഞാലാണ് മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളൊക്കെ കൈവശം വെക്കാൻ പറ്റുന്നത് അല്ലെ? 23 വയസ്സാണ് അല്ലെ. അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര വയസ്സാണ്? 23 വയസ്സാണ്. 18 എന്നൊന്നും ആരും എഴുതി വെക്കരുത്. എന്താണ്? 23 വയസ്സാണ് അല്ലെ. 23 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമേ എന്ത് പറ്റുള്ളൂ, മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളൊക്കെ കൈവശം വെക്കാൻ പറ്റുള്ളൂ. അതും നമുക്ക് തോന്നിയ അളവിലൊക്കെ വെക്കാൻ പറ്റുമോ? തോന്നിയ അളവില് 23 വയസ്സായി എന്ന് കരുതിയിട്ട് നമുക്ക് ഇഷ്ടം പോലെ കൊണ്ടുവന്ന് വെക്കാനൊക്കെ പറ്റുമോ? ഇല്ലില്ലേ. ഇതിന് കൃത്യമായ അളവ് എന്ത് പറയുന്നുണ്ട്, കൃത്യമായ അളവ് പറയുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ സർക്കാർ അനുവദിച്ചിട്ടുള്ള ഈ അളവിലും കൂടുതൽ നമ്മൾ കൈവശം വെച്ച് കഴിഞ്ഞാൽ അവർക്കുള്ള ശിക്ഷയെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത് സെക്ഷൻ 13. അപ്പൊ അത് നിരോധിച്ചിരിക്കുന്ന വകുപ്പ് ചോദിച്ചാൽ ഏതാണ്? സെക്ഷൻ 13 ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പൊ എന്താണ് സെക്ഷൻ 13 എന്ന് പറഞ്ഞാൽ? സർക്കാർ അനുവദിച്ച അളവിലും കൂടുതൽ മദ്യമോ ലഹരി മരുന്നോ ഒക്കെ കൈവശം വെച്ചാൽ അത് കൈവശം വെക്കുന്നത് നിരോധിക്കുന്ന വകുപ്പാണ് ഏത്? സെക്ഷൻ 13 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ അല്ലേ. അപ്പൊ അവർക്കുള്ള ശിക്ഷയുണ്ട് അല്ലേ. ഇപ്പൊ അങ്ങനെ സർക്കാർ അനുവദിച്ച അളവിലും കൂടുതൽ നമ്മുടെ കൈവശം ഉണ്ട് വിചാരിക്കുക,
അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശിക്ഷ എന്താണ്? 5000 രൂപ പിഴയോ അല്ലെങ്കിൽ 2 വർഷം തടവോ ആണ് അല്ലെ, അല്ലെങ്കിൽ രണ്ടും കൂടിയോ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ എത്രയാണ്? എത്ര വർഷം തടവ്? ഇവിടെ നമുക്ക് 10 വർഷമൊന്നും ഇല്ല. എത്രയാണ്? 2 വർഷമാണ് അല്ലെ. നമ്മൾ കൈവശം വെച്ചുകൊണ്ട് എത്ര വർഷമാണ്? 2 വർഷമാണ് തടവ്. അതെങ്ങനെ? കൂടിയ അളവിൽ അല്ലെ, കൂടിയ അളവിൽ സാധനം കൈവശം വെച്ചാലുള്ള ശിക്ഷയാണ് അല്ലെ. 2 വർഷം തടവും അതുപോലെ എന്താണ്? 2 വർഷം തടവും അതുപോലെ എത്ര രൂപയുടെ പിഴ? 5000 രൂപ അല്ലെ. 5000 രൂപയാണ് പിഴ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇപ്പൊ സെക്ഷൻ 13 എന്താ പഠിച്ചില്ലേ? എന്താണ് സെക്ഷൻ 13? സർക്കാർ അനുവദിച്ചിട്ടുള്ള അളവിലും കൂടുതൽ നമ്മൾ സാധനം കൈവശം വെച്ചാല് അതുമായി ബന്ധപ്പെട്ട നിരോധനമാണ് ഇതില് സെക്ഷൻ 13 പറയുന്നത്. ശിക്ഷ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് 2 വർഷം തടവും 5000 രൂപ പിഴയുമാണ് കേട്ടോ. നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. അടുത്ത സെക്ഷൻ പറയുന്നത് സെക്ഷൻ 15നെ കുറിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ സെക്ഷൻ 15 ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്, ഓർമ്മയുണ്ടോ? സെക്ഷൻ 15 നമ്മൾ സെപ്പറേറ്റ് ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. വിൽപ്പനയുമായി ബന്ധപ്പെട്ട നമ്മൾ സെക്ഷൻ 6, 7 ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അതായത് മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ ഇറക്കുമതി ചെയ്യരുത്, പിന്നെ കയറ്റുമതി ചെയ്യരുത് അല്ലെ. അതുമായി ബന്ധപ്പെട്ട് പിന്നെ എന്താണ് വിൽപ്പന പാടില്ല എന്ന് പറഞ്ഞ സെക്ഷൻ 15 പഠിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്യാം? പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർഡറിൽ കൊണ്ടുപോകും കേട്ടോ. റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. സെക്ഷൻസ് ആണ് ഒരുപാട് ഉണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം? റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ആണ് കേട്ടോ, മറന്നു പോവില്ല. ഓക്കെ, അപ്പൊ സെക്ഷൻ 15 എന്താ പറഞ്ഞത് അല്ലെ? ലൈസൻസ് ഇല്ലാതെ മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ എന്ത് ചെയ്യാൻ പാടില്ല? വിൽക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് അല്ലെ. എന്നാലല്ലേ ഏതിന്റെ കേസിലാണ് പറഞ്ഞത്? ലൈസൻസ് ഇല്ലാതെ കള്ള് ഒഴികെയുള്ള അല്ലെ. കള്ളിന് എന്തില്ല? കുഴപ്പമില്ല അല്ലെ. നമുക്കറിയാം കള്ളുചെത്ത് തൊഴിലാളികൾ ഉണ്ടാവും അല്ലെ. പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ആവശ്യമില്ല? ഈ ലൈസൻസിന്റെ ആവശ്യമില്ല. അതല്ലാതെ മറ്റ് മദ്യമോ ലഹരി പദാർത്ഥമോ എന്ത് ചെയ്യാൻ പാടില്ല? ലൈസൻസ് ഇല്ലാതെ വിൽക്കാൻ പാടില്ല എന്ന് പറയുന്ന സെക്ഷൻ ആണ് ഏത്? സെക്ഷൻ 15 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കാറുള്ളതാണ് അല്ലെ. ഈ കള്ള് ചെത്താൻ അവകാശമുള്ള വ്യക്തിക്ക് എന്തില്ല? ലൈസൻസ് ഇല്ലാതെ തന്നെ അബ്കാരി നിയമപ്രകാരം കള്ള് നിർമ്മിക്കാനോ അതുപോലെ വിൽക്കാനോ ലൈസൻസ് ഉള്ള വ്യക്തിക്ക് അത് വിൽക്കാവുന്നതുമാണ്. ക്ലിയർ അല്ലേ? അതായത് നമ്മുടെ കള്ള് ചെത്ത് തൊഴിലാളികളിലെ, അതായത് പരമ്പരാഗതമായിട്ട് ചെയ്തു വരുന്ന ആൾക്കാർക്ക് ലൈസൻസിന്റെ ആവശ്യമില്ല. അവർക്ക് എന്ത് ചെയ്യാം? അത് ചെത്താം, പിന്നെ എന്ത് ചെയ്യാം? വിൽക്കാം അല്ലെ. വിൽച്ചിട്ട് ആർക്കാ വിൽക്കാൻ പാടുള്ളൂ? അത് ശ്രദ്ധിക്കണം. വിൽക്കേണ്ടത് ആർക്കാണ്? ലൈസൻസ് ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഈ കള്ളുചെത്ത് തൊഴിലാളി അയാള് ചെത്തിയെടുത്ത കള്ള് വിൽക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പം അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ക്ലിയർ അല്ലേ? അടുത്തതില്ലേ നമുക്ക് സെപ്പറേറ്റ് പറയുന്നുണ്ട് സെക്ഷൻ 15A കുറിച്ചിട്ട് അല്ലേ. അപ്പൊ സെക്ഷൻ 15 നമ്മൾ പറഞ്ഞു എന്താ? മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ എന്തും വിൽക്കാൻ പാടില്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 15. എന്നാൽ അതിന്റെ സബ് സെക്ഷൻസ് ആയ 15A-യും 15B-യും അതുപോലെ 15C-യും സെപ്പറേറ്റ് നമ്മുടെ സിലബസിൽ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ അതെന്താ വളരെ ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം. ഇവിടെ നിന്നൊരു മാർക്ക് ഷുവർ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ സെക്ഷൻ 15A അല്ലേ. 15A എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? സെക്ഷൻ 15A ഇവിടെ നോക്കൂ. 23 വയസ്സിന് താഴെയുള്ള വ്യക്തികൾ മദ്യം ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 15A എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞുല്ലേ എത്ര വയസ്സാവണം? 23 വയസ്സാവണം അല്ലെ. മദ്യമോ മറ്റു ലഹരി പദാർത്ഥമോ നമുക്കെന്താ ഉപയോഗിക്കാൻ പാടുള്ള വയസ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ 23 വയസ്സാണ്. ഓക്കെ, അപ്പൊ ആ 23 വയസ്സിന് താഴെയുള്ള ഒരാൾ അല്ലെ മദ്യപിക്കുകയോ അല്ലെങ്കിൽ മറ്റു ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരെ ശിക്ഷിക്കാനുള്ള വകുപ്പ് എന്തിലുണ്ട്? നമ്മുടെ ശിക്ഷാ നിയമത്തിലുണ്ട് അല്ലെ. അപ്പൊ എന്താണ് അയാൾക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത്? എന്താണ് ശിക്ഷ? അതായത് 23 വയസ്സാവാതെ അല്ലെ 23 വയസ്സാവാതെ ഒരു വ്യക്തി മദ്യപിച്ചാൽ അയാൾക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ ഓർത്തു വെച്ചോ, 5000 രൂപ പിഴയോ അല്ലെങ്കിൽ 2 വർഷം തടവോ ആണ് അല്ലെ. സെയിം ശിക്ഷ തന്നെയാണ് അല്ലെ. എത്രയാണ്? ഒന്നെങ്കിൽ 5000 രൂപ പിഴ, ഓക്കെ, അല്ലെങ്കിൽ എന്താണ്? 2 വർഷം തടവ്. ഏതെങ്കിലും ഒന്നായിരിക്കും. ഒന്നുകിൽ 5000 രൂപ പിഴ അടയ്ക്കുക അല്ലെങ്കിൽ 2 വർഷം തടവോ. ചില കേസിൽ എന്താവും? രണ്ടും കൂടി അനുഭവിക്കേണ്ടിയും വരും. ഓക്കെ, ഇതൊക്കെ എന്താണ്? ബെയിലബിൾ ഒഫൻസ് ആണ് കേട്ടോ. അതും കൂടി നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ബെയിലബിൾ ഒഫൻസ്. എന്താണ് ബെയിലബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാല്? അല്ലെ, ജാമ്യം കിട്ടണ കേസാണ് അല്ലെ. നോൺ ബെയിലബിൾ ഉണ്ട് അല്ലെ, ജാമ്യം കിട്ടാത്ത കേസ് ഉണ്ട്. അപ്പൊ അത് സെപ്പറേറ്റ് പറയും. അപ്പൊ ഇത് എന്താണ്? ബെയിലബിൾ ഒഫൻസ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ സെക്ഷൻ 15A എന്താ പറയുന്നത്? 23 വയസ്സിന് താഴെയുള്ള വ്യക്തികൾ മദ്യം ഉപയോഗിക്കുന്നത് നിരോധിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 15A എന്ന് പറയുന്നത്. അവർക്കുള്ള ശിക്ഷ എന്താണ്? എന്താ ശിക്ഷ അല്ലെ? 5000 രൂപ പിഴ അല്ലെങ്കിൽ 2 വർഷം. അതും ഓർത്ത് വയ്ക്കുക. അടുത്ത സെക്ഷനാണ് 15B. ഓക്കെ, എന്താണ് 15B? ബിയിൽ പറയുന്നത്?
15A പറഞ്ഞത് ആ 23 വയസ്സിന് താഴെയുള്ള ആള് മദ്യം ഉപയോഗിച്ചാൽ. എന്നാൽ 15Bയിൽ പറയുന്നത് ഇങ്ങനെ 23 വയസ്സിന് താഴെയുള്ള ആൾക്ക് എന്ത് കൊടുക്കുക? മദ്യം കൊടുത്താൽ അല്ലെ. മറ്റേതെന്താ? ആദ്യം സ്വയം അയാൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ സ്വയം ഉപയോഗിക്കുന്നത്. 15Bയിൽ പറയുന്നത് എന്താണ്? അയാൾക്ക് ആരെങ്കിലും മദ്യം കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ 23 വയസ്സാവാത്ത ഒരാൾക്ക് നമ്മൾ മദ്യം കൊടുത്തു കഴിഞ്ഞാലും എന്തുണ്ട്? ശിക്ഷയുണ്ട്. ആ ശിക്ഷയെ പറ്റി പറയുന്ന സെക്ഷനാണ് 15B. ക്ലിയർ അല്ലേ? അവർക്കും എന്താ ശിക്ഷ? സെയിം ശിക്ഷയാണ് അല്ലെ. 5000 രൂപ പിഴ, അതുപോലെ 2 വർഷം. എന്താണ്? സെയിം ശിക്ഷ തന്നെയാണ്. പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ. ശിക്ഷകൾ ഏകദേശം എല്ലതും ഒരുപോലെ തന്നെയാണ് വരാറ്. അപ്പൊ 5000 രൂപ പിഴ, അല്ലെങ്കിൽ എന്താണ്? 2 വർഷം, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ചേർത്തിട്ടും അനുഭവിക്കേണ്ടി വരും. ഒന്നുകിൽ 5000 രൂപ അടയ്ക്കുക, അല്ലെങ്കിൽ 2 വർഷം എന്താണ് തടവ് അനുഭവിക്കുക. അല്ലെങ്കിൽ ചില കേസിൽ എന്ത് ചെയ്യും? ഇവർക്ക് രണ്ടും കൂടി കൊടുക്കാറുണ്ട്. അപ്പൊ അതും കൂടി ഓർത്ത് വെക്കുക. ഇതും എന്താണ്? ബെയിലബിൾ ഒഫൻസ് ആണ്. ക്ലിയർ അല്ലേ? 15C പോകാം. അപ്പൊ 15മായി ബന്ധപ്പെട്ട് നമ്മൾ 15A, B, C പഠിക്കാനുണ്ട്. അതിൽ 15Aയും Bയും പറഞ്ഞു. അടുത്തത് എന്താണ്? 15C ആണ്. എന്താണ് 15Cയിൽ പറയുന്നത്? 15C എന്താണ്? അല്ലെ, പൊതുസ്ഥലത്ത് മദ്യത്തിന്റെ ഉപഭോഗം നിരോധിച്ചിരിക്കുന്ന വകുപ്പ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഭാഗമൊക്കെ എപ്പോഴും ചോദിക്കാൻ സാധ്യത കൂടുതലുള്ളതാണ്, ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ 15C എന്താന്ന് പഠിച്ചു വെച്ചേക്കാം. എന്താണ്? പൊതുസ്ഥലത്ത് അല്ലെ. നമുക്കൊന്ന് കണക്ട് ചെയ്ത് വെക്കാം അല്ലെ. 15C അല്ലേ, നമുക്ക് സീൻ എന്താക്കി എടുക്കാം അല്ലെ? കോമൺ പ്ലേസ് എന്നൊക്കെ ആക്കി എടുത്തൂടെ? കോമൺ പ്ലേസ് അല്ലെ. അപ്പൊ ഈ കോമൺ പ്ലേസിലൊക്കെ മദ്യത്തിന്റെ ഉപഭോഗം എന്താണ്? നിരോധിച്ചിരിക്കുന്ന വകുപ്പാണ് ഏത്? 15C എന്ന് പറയുന്നത് അല്ലെ. 15C എന്താണ്? പൊതുസ്ഥലത്ത് അല്ലെ. കോമൺ പ്ലേസിൽ എന്ത് ചെയ്യുക? മദ്യത്തിന്റെ ഉപഭോഗം നിരോധിക്കുന്ന വകുപ്പാണ് ഏത്? 15C എന്ന് പറയുന്നത്. ശിക്ഷ എന്താ? സെയിം ശിക്ഷ തന്നെ അല്ലേ. 15മായി ബന്ധപ്പെട്ടുള്ള ശിക്ഷകളൊക്കെ സെയിം തന്നെയാണ്. എന്താ? 5000 രൂപ പിഴ, 2 വർഷം തടവ്. ഓക്കെ, ക്ലിയർ അല്ലേ? 5000 രൂപ പിഴ, 5000 രൂപ പിഴയും 2 വർഷം തടവ്, അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് അനുഭവിക്കുക. ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്? നമ്മുടെ സെക്ഷൻ 15മായി ബന്ധപ്പെട്ടിട്ടുള്ള ശിക്ഷകൾ വരുന്നത് കേട്ടോ. അപ്പൊ ഈ 15മായി ബന്ധപ്പെട്ട സെക്ഷൻസ് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിക്കാൻ നല്ല ചോദ്യ സാധ്യത വരുന്നതാണ്. അപ്പൊ നമുക്ക് ശിക്ഷ പഠിക്കാൻ വളരെ സിമ്പിൾ ആണ്. എല്ലാറ്റിനും എന്താണ്? 5000 രൂപ പിഴയും 2 വർഷം തടവുമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ഭാഗത്തിലോട്ട് പോകാം. അടുത്ത ഭാഗം നമുക്ക് 55മായി ബന്ധപ്പെട്ടിട്ട് പ്രത്യേകം പറഞ്ഞിട്ടുള്ള വകുപ്പുകൾ നോക്കുക. ഫസ്റ്റ് വണ് 55G ആണ്. ഓക്കെ, ഏതാണ്? 55G. ഈ G ഏതാന്ന് നോക്കണം. സ്മോൾ ലെറ്റർ ആണ് കേട്ടോ. കാരണം നമുക്ക് എന്തുണ്ട്? ക്യാപിറ്റൽ ലെറ്റർ Gയും കൂടി പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇത് സെപ്പറേറ്റ് ശ്രദ്ധിക്കണം. 55 സ്മോൾ ലെറ്റർ G ആണ് കേട്ടോ. അപ്പൊ അതെന്താ പറയുന്നത് നോക്കൂ. അബ്കാരി നിയമത്തിനു വിരുദ്ധമായി കള്ള് അല്ലെങ്കിൽ ലഹരി മരുന്ന് ഒഴികെയുള്ള മറ്റ് മദ്യം നിർമ്മിക്കുന്നതിനായി പാത്രങ്ങൾ, മറ്റു വസ്തുക്കൾ, അതുമായി ബന്ധപ്പെട്ട മറ്റു ഉപകരണങ്ങൾ സൂക്ഷിക്കുകയോ കൈവശം വയ്ക്കുകയോ ചെയ്യുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 55G എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? എന്താണ് പറഞ്ഞത് അല്ലേ? ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഈ മദ്യമോ മറ്റു ലഹരി മരുന്നുകളോ അല്ലെ, അത് ഒഴികെ അല്ലെ, സോറി, കള്ള് അല്ലെങ്കിൽ ലഹരി മരുന്ന്, ഓക്കെ, അത് ഒഴികെയുള്ള മറ്റെന്ത് മദ്യവും, എക്സാമ്പിൾ പറയാച്ചല്ലേ, നമ്മൾ പറഞ്ഞില്ലേ, ചാരായം, അതുപോലെ സ്പിരിറ്റ്, ഇതൊക്കെ വാറ്റുന്നൊക്കെ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ഒരുപാട് പാത്രങ്ങൾ ഉണ്ടാവും, അതിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതൊക്കെ ഇതിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതും എന്താണ്? ഒരു ശിക്ഷ ഇതിൽ പെടുന്നതാണ്. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? അതായത് നമ്മുടെ കള്ള്, അതുപോലെ ലഹരി മരുന്നില്ലേ, കള്ളിന് പ്രശ്നമില്ലേ, അപ്പൊ കള്ളുമായി ബന്ധപ്പെട്ട അതിന്റെ പാത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതുപോലെ ലഹരിയിലെ നമുക്കറിയാം, ചില ലഹരി മരുന്നുകൾ എന്താണ് നമുക്ക് നമ്മുടെ മെഡിസിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് എന്താണ് കുറ്റമല്ല. എന്നാൽ എന്താണ് നമ്മുടെ വാറ്റ് കേന്ദ്രമൊക്കെ ഉണ്ടാവുമല്ലോ. ഈ വാറ്റ് കേന്ദ്രത്തിലൊക്കെ എന്താണ് അനധികൃതമായിട്ട് നടത്തുന്നതായിരിക്കും അല്ലെ. വാറ്റ് കേന്ദ്രങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും? ഇതുമായി ബന്ധപ്പെട്ട വലിയ ഡ്രമ്മും അങ്ങനത്തെ കാര്യങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ അല്ലെ? ഏതെങ്കിലും കുന്നും പുറത്തുണ്ടാവില്ലേ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡ്രമ്മുകളും വീപ്പകളൊക്കെ ഇതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടാവും അല്ലെ. അതുപോലെ അതുമായി ബന്ധപ്പെട്ട കുറെ സാധനങ്ങൾ അല്ലെ, അതിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ വെച്ചല്ലേ, ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതെന്തോ വാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതെന്ന് മനസ്സിലാവും അല്ലെ. അപ്പൊ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പോലും എന്താണ്? അത് ശിക്ഷയാണ് അല്ലെ. ഇവിടെ നിർമ്മിക്കണമൊന്നുമില്ല. എന്താണ്? ഇങ്ങനെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞാൽ തന്നെ എന്താണ്? അതും ഒരു ശിക്ഷയിൽ പെടുന്നതാണ്. ക്ലിയർ അല്ലേ? അതിന്റെ ശിക്ഷയും കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. വലിയ ശിക്ഷ തന്നെയാണ് അല്ലെ. നമ്മുടെ ചാരായവുമായി ബന്ധപ്പെട്ടല്ലേ 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് ഇതിനും ശിക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് അല്ലെ, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇത് നിർമ്മിക്കുന്നതിനുമായി ബന്ധപ്പെട്ട പാത്രങ്ങളോ മറ്റു വസ്തുക്കളോ അതുമായി ബന്ധപ്പെട്ട മറ്റു ഉപകരണങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചാലും എന്താണ്? അതും ഒരു ക്രൈമാണ്. ഓക്കെ, അതും എന്താണ്? ഒരു കുറ്റമാണ്. അതിന്റെ ശിക്ഷ എന്താണ്? 10 വർഷം തടവും അതുപോലെ 1 ലക്ഷം രൂപ പിഴയും. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ഭാഗത്തോട്ട് പോകാം. അപ്പൊ ഇത് ഏതാ പറഞ്ഞത്? സെക്ഷൻ 55G ആണ് കേട്ടോ. സ്മോൾ ലെറ്റർ G ആണ്. അടുത്തത്
സെക്ഷൻ 55H ആണ് കേട്ടോ, സ്മോൾ ലെറ്റർ H ആണ്. എന്താ പറയുന്നത്? നിയമത്തിന് വിരുദ്ധമായിട്ട് മദ്യം വിൽക്കാൻ ഉദ്ദേശിച്ച കുപ്പികളിലാക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 55H പറയുന്നത്. ഓക്കെ, ഇതും എന്താണല്ലേ, എല്ലാം റെഡി ആയിട്ട് നിൽക്കുക. അതായത് ഇപ്പം എന്താണ്, സെയിൽസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, ഇവരിത് നിർമ്മിച്ചിട്ട് ഓരോരോ ചെറിയ ചെറിയ ബോട്ടിലാക്കിയിട്ട് വെക്കുന്നത് കണ്ടാലും എന്താണ്, അതും ഒരു കുറ്റം തന്നെയാണ് അല്ലേ. അപ്പൊ അത് വിൽപ്പന നടന്നിട്ടുണ്ടാവില്ല, വിൽപ്പനയ്ക്ക് വെക്കുന്നതിന് മുമ്പിലെ കുപ്പികളിലാക്കി കഴിഞ്ഞാലും എന്താണ്, അതും ശിക്ഷയാണ്. ഓക്കെ, അല്ല സോറി, അതും കുറ്റമാണ് അല്ലേ. അപ്പൊ അതിനുള്ള ശിക്ഷ എന്താണ്? സെയിം ശിക്ഷയാണ്, 10 വർഷവും തടവും അതുപോലെ 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയുമാണ് അല്ലേ. ഇതുമായി ബന്ധപ്പെട്ട 55മായി ബന്ധപ്പെട്ട എല്ലാ ശിക്ഷകളും എന്ത് തന്നെയാണ് വരുന്നത്? വലിയ തടവ് തന്നെയാണ് വരുന്നത് അല്ലേ. 10 വർഷം തന്നെയാണ് എല്ലാറ്റിനും എന്ത് വരുന്നത്? തടവ് വരുന്നത്. 1 ലക്ഷം രൂപ പിഴയുമാണ് രണ്ട് കേസിലും. അപ്പൊ നമ്മൾ 55G എന്താ പറഞ്ഞത്? ഇതുമായി ബന്ധപ്പെട്ടല്ലേ, കള്ള് മറ്റ് ലഹരി മരുന്ന് ഒഴികെയുള്ള ഇപ്പൊ നമ്മൾ സ്പിരിറ്റ് അതുപോലെ വേറെ ഏതാണ്, ചാരായം അല്ലേ, അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ റെഡിയാക്കുക അല്ലെ. വലിയ പാത്രങ്ങളും മറ്റു കാര്യങ്ങളും അതിനുള്ള ഉപകരണങ്ങളും അതിന് വേണ്ട സാധനങ്ങളും എല്ലാം സജ്ജീകരിച്ച് കഴിഞ്ഞാലും അല്ലെ, അത് കണ്ടു കഴിഞ്ഞാൽ ഇതിനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ്, അതും ഒരു കുറ്റമാണ്. ഓക്കെ, അതിന്റെ ശിക്ഷയും എന്താണ്? 10 വർഷം തടവും 1 ലക്ഷം രൂപയും. ഇനി രണ്ടാമത് പറഞ്ഞ എന്താണ്? 55H എന്താ പറഞ്ഞത്? എല്ലാം നമ്മൾ തയ്യാറാക്കിയിട്ട് എന്ത് ചെയ്യുക, ചെറിയ ചെറിയ കുപ്പികളിലാക്കിയിട്ടില്ലേ വിൽക്കാൻ വേണ്ടിയിട്ടില്ലേ, ഒക്കെ ഇതെന്താണ്, അനധികൃതമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ, അത് മനസ്സിലാക്കണം. അപ്പൊ അത് വിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ചെറിയ ചെറിയ കുപ്പികളിലാക്കി കഴിഞ്ഞാലും അല്ലെ, ഇത് കണ്ടു കഴിഞ്ഞാലും എന്താണ്, ഇവിടെ വിറ്റിട്ടില്ല പക്ഷെ എന്താണ്, കുപ്പികളിലാക്കി വെക്കുന്നുണ്ട്. അപ്പൊ എന്താ മനസ്സിലാകൂ, ഇതെന്തിനാണ്, വിൽക്കാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാവൂലേ. അപ്പൊ അങ്ങനെ ചെയ്താലും എന്താണ്, അത് കുറ്റമാണ്. അതിന്റെ ശിക്ഷയും എന്താ, സെയിം ആണ്, 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ്. ക്ലിയർ അല്ലേ? അടുത്ത ഭാഗത്തിലോട്ട് പോകാം. അടുത്തതും സെപ്പറേറ്റ് നമുക്ക് ചോദിക്കുന്നതാണ്. ഏത്? 55I കേട്ടോ. അപ്പൊ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? സ്മോൾ ലെറ്റർ അല്ലേ. 55-ല് 3 എണ്ണ പറഞ്ഞതല്ലേ. 1 G പറഞ്ഞു, 2 H പറഞ്ഞു, മൂന്നാമത് പറയാൻ പോകുന്നത് ഏതാണ്? I. ഓക്കെ, അപ്പൊ 3 എണ്ണം സ്മോൾ ലെറ്റർ ആണ്, പ്രത്യേകം പഠിക്കണം, കാരണം ക്യാപിറ്റൽ ലെറ്റർ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ 55I എന്താ പറയുന്നത്? I എന്താ പറയുന്നത് നോക്കൂ. അബ്കാരി നിയമം ലംഘിച്ചുകൊണ്ട് മദ്യമോ ലഹരിമരുന്നോ വിൽക്കുകയോ വിൽക്കാനായി സൂക്ഷിക്കുകയോ ചെയ്യുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ്. സെയിം തന്നെ നമുക്ക് ഏകദേശം ഒക്കെ ഒരുപോലെ തോന്നൂലേ. ഇതെന്താണ്, റെഡിയായി നിൽക്കുക, എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് വിൽക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കുന്നതും എന്താണ്, ശിക്ഷ, കുറ്റമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ മറ്റേതെന്ന് പറഞ്ഞാൽ കുപ്പികളിലാക്കി വെക്കാന്ന് മാത്രമേ പ്രത്യേകതയുള്ളൂ. അതിന്റെ മുന്നത്ത് പറഞ്ഞ എന്താണ് അല്ലെ, ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ, പാത്രങ്ങളൊക്കെ സജ്ജീകരിച്ച് വെക്കുന്നതാണ് 55G പറഞ്ഞത്. H പറഞ്ഞാൽ അത് ഉണ്ടാക്കിയിട്ട് കുപ്പികളിലാക്കി വെക്കുക. I എത്തുമ്പോൾ എന്താണ്, ഇതെല്ലാം റെഡി ആയിട്ട് വിൽക്കാനായിട്ട് ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ് അല്ലെ. അങ്ങനെ നിന്ന് കഴിഞ്ഞാലും എന്താണ്, അതും കുറ്റമാണ്. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കുക. ഇതിനും എന്താണ് ശിക്ഷ? 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ്. ക്ലിയർ അല്ലേ? പരസ്പരം മാറിപ്പോകരുത്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഓക്കെ, പക്ഷെ എന്താണ്, ഒക്കെ സെപ്പറേറ്റ് സെക്ഷനിലായിട്ട് പറയുന്നു എന്ന് മാത്രം കേട്ടോ. എന്താ ചെയ്യുക, വൃത്തിയിൽ പഠിച്ചു പോവുക. നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോകാം. ഇനി 55മായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ ക്യാപിറ്റൽ ലെറ്റർ ആണ് അല്ലെ. ഫസ്റ്റ് വണ് സെക്ഷൻ 55G ആണ്. ഓക്കെ, എന്താണ് സെക്ഷൻ 55G പറയുന്നത്? എന്താണ് നോക്കാം. മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ കൈവശം വെക്കാനോ അല്ലെങ്കിൽ വിൽക്കാനോ കടത്താനോ ഉള്ള രേഖകൾ വ്യാജമായിട്ട് നിർമ്മിച്ചാൽ ലഭിക്കാവുന്ന ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 55 ക്യാപിറ്റൽ ലെറ്റർ G. ഓക്കെ, എന്താണ്, അതായത് നമുക്കറിയാലേ, ലൈസൻസ് കിട്ടിയാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനല്ലേ മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളൊക്കെ നിർമ്മിക്കാനോ അല്ലെങ്കിൽ അത് വിൽക്കാനോ കൈവശം വെക്കാനോ ഒക്കെ പാടുള്ളൂ. അപ്പൊ എന്ത് ചെയ്തു, ഇത് വ്യാജമായിട്ടൊരു ലൈസൻസ് ഉണ്ടാക്കി കഴിഞ്ഞാലോ അല്ലെ, വ്യാജമായിട്ടൊരു ലൈസൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പിടിക്കപ്പെട്ടാലല്ലേ അവർക്കുള്ള ശിക്ഷയെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ വ്യാജരേഖകൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ 55 ക്യാപിറ്റൽ ലെറ്റർ G ആണ് കേട്ടോ. ഓർത്ത് വെക്കണം, ഏതാണ്? ക്യാപിറ്റൽ ലെറ്റർ G ആണ്. ഏത്? വ്യാജരേഖകൾ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പൊ ഇവർക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപ പിഴയോ 3 വർഷം തടവുമാണ് കേട്ടോ. എന്താണ് ഇവിടെ തടവ് ഒന്ന് കുറഞ്ഞില്ലേ, 10 വർഷത്തിൽ നിന്ന് കുറഞ്ഞിട്ട് ഇപ്പൊ എത്രയായി? 3 വർഷമായിട്ടോ. 3 വർഷം തടവും എമൗണ്ടിൽ മാറ്റമില്ല അല്ലേ, എത്രയാണ്? 1 ലക്ഷം രൂപ തന്നെ കൊടുക്കണം. ഓക്കെ, അപ്പൊ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? 55G എന്ന് പറഞ്ഞാൽ ലൈസൻസ് എന്താണ്, വ്യാജമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുക അല്ലെ. ഇതുമായി ബന്ധപ്പെട്ടിട്ട് വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ വിൽപ്പനയൊക്കെ നടത്തി കഴിഞ്ഞാൽ അത് പിടിക്കപ്പെട്ടാലുള്ള ശിക്ഷയെ പറ്റിയിട്ടാണ് പറയുന്നത്. ഏത്? 55G പറയുന്നത്. ഇനി 55H ക്യാപിറ്റൽ ലെറ്റർ H ആണ്. എന്താ പറയുന്നത്? മദ്യമോ ലഹരിമരുന്നോ ഉപയോഗിക്കുന്നതിലേക്ക് നിയമപരമല്ലാത്ത പരസ്യങ്ങൾ അച്ചടിക്കുകയോ അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കുകയോ ചെയ്താൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് ഏത്? 55H. ഓക്കെ,
അപ്പൊ നമുക്കറിയാം അല്ലേ, ഇതുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ എന്തെങ്കിലും ഇതിപ്പോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു പ്രോത്സാഹനം അല്ലെ, ജനങ്ങൾക്ക് പ്രോത്സാഹനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷയാണ് എന്ത് 55H എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പരസ്യവുമായി ബന്ധപ്പെട്ട സെക്ഷൻ ആണ് ഏത് 55H. അപ്പൊ എന്തിനാണ് നിയമപരമല്ലാത്ത പരസ്യങ്ങൾ അച്ചടിക്കുക, അതെന്ത് ചെയ്യുക പ്രസിദ്ധീകരിക്കുക അല്ലെ, അതുമായി ബന്ധപ്പെട്ടതാണ് ഏത് 55H. ക്ലിയർ അല്ലേ? ക്യാപിറ്റൽ ലെറ്റർ H ആണ് കേട്ടോ, അതും കൂടി ഓർത്ത് വെക്കണം. ഇതുമായി ബന്ധപ്പെട്ട ശിക്ഷ എന്താന്ന് ചോദിച്ചാൽ എന്താ ശിക്ഷ എന്ന് പറഞ്ഞാൽ 6 മാസമാണ് കേട്ടോ. 6 മാസം തടവ് അതുപോലെ 25,000 രൂപ പിഴയുമാണ് കേട്ടോ. ശിക്ഷ ഒന്ന് കുറഞ്ഞല്ലേ, എത്രയാണ് 6 മാസം അല്ലെ, പരസ്യത്തിലേ കൊടുത്തിട്ടുള്ളൂ, അപ്പൊ വലിയ പ്രശ്നമാക്കിയിട്ടില്ല. എത്രയാണ് 6 മാസം തടവും അതുപോലെ എന്താണ് 25,000 രൂപ പിഴയുമാണ് കേട്ടോ. ഓർത്ത് വെച്ചേക്ക്, എന്താണ് 6 മാസം തടവും 25,000 രൂപ പിഴ. എന്തിനാണ് പിഴ, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തത്? അതായത് ഈ മദ്യവും മറ്റു ലഹരി പദാർത്ഥങ്ങളോ ജനങ്ങൾക്കല്ലേ അവർക്കൊരു പ്രോത്സാഹനം ഉണ്ടാവുമല്ലോ, അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തുണ്ടാവുക, അവർക്കൊരു ആഗ്രഹം വരിക. അപ്പൊ അതിന് അങ്ങനത്തെ രീതിയിലുള്ള പരസ്യങ്ങളൊക്കെ കൊടുക്കുക. ഓക്കെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള ശിക്ഷയാണ് എന്തിൽ പറയുന്നത് 55H പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി ലാസ്റ്റ് വണ്ണ് നമുക്ക് ലാസ്റ്റ് നോക്കാനുള്ള സെക്ഷൻ ആണ് ഏത് 55I അല്ലെ. 55I എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് 55I അല്ലെ, എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? ക്യാപിറ്റൽ ലെറ്റർ I ആണ് കേട്ടോ, ഓർത്ത് വെച്ചേക്കാം അല്ലെ. നമ്മൾ തിയേറ്ററിലൊക്കെ സിനിമ കാണാൻ പോകുമ്പോൾ അല്ലെ, സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പരസ്യം ഉണ്ടാവും. അതുപോലെ സിനിമയിലെ എന്തെങ്കിലും ഒരു ഭാഗത്തില് അതായത് ഇപ്പോൾ മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കുമ്പോഴല്ലേ അതിന് താഴെ ചെറുതായിട്ട് കാണിക്കും അല്ലെ, എന്താണ് മദ്യം ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ രീതിയിൽ കാണിക്കൂലേ. അപ്പൊ എന്താണ് ഇങ്ങനെ കാണിക്കണം, നിർബന്ധമായിട്ടും കാണിക്കണം. ഇങ്ങനെ കാണിച്ചിട്ടില്ലെങ്കിൽ അതിനുള്ള ശിക്ഷയാണ് പറയുന്നത് ഏതിലാ സെക്ഷൻ 55I പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളിൽ നിയമപരമായ മുന്നറിയിപ്പില്ലാതെ മദ്യം ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചാൽ ലഭിക്കാവുന്ന ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഏത് 55I എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അല്ലെ, നമ്മൾ സിനിമ ഒക്കെ കാണുമ്പോൾ കാണാറില്ലേ മദ്യവും മറ്റു സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അവിടെ ചെറിയ രീതിയിൽ കൊടുക്കാറുള്ളത്. ഇങ്ങനെ കൊടുക്കാറുള്ള കാര്യം എന്ന് പറയുന്നത് മൊത്തം സ്ക്രീനിലെ, ഇപ്പൊ നമ്മൾ സിനിമ ഹാളിൽ കാണുമ്പോൾ ഇത് ഇത്രയും വലിയ സ്ക്രീൻ ആണെങ്കിൽ ഈ സ്ക്രീനിന്റെ 10ൽ 1 ഭാഗം എന്ത് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കണം? ഇങ്ങനെയല്ലേ മദ്യം മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ആരോഗ്യത്തിന് ഹാനികരം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? എത്രയാണ് ഇത് മൊത്തം സ്ക്രീനിന്റെ 10ൽ 1 ഭാഗം കേട്ടോ. അപ്പൊ 10ൽ 1 ഭാഗം എന്തായിട്ട് കാണിക്കണം? ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുന്നറിയിപ്പ് കൊടുക്കേണ്ടതാണെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് ഏതാ സെക്ഷൻ ചോദിച്ചാൽ ഏതാ സെക്ഷന് 55(1) ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും പഠിച്ച കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ഓക്കെ, ഇതിന്റെ ശിക്ഷ പറഞ്ഞിട്ടില്ല അല്ലേ. ശിക്ഷ എന്ന് പറഞ്ഞാൽ 6 മാസവും അല്ലേ, മുന്നത്തെ പരസ്യവുമായി ബന്ധപ്പെട്ട ശിക്ഷ തന്നെയാണ് 6 മാസം. 6 മാസം തടവും അതുപോലെ 10,000 രൂപയാണ് കേട്ടോ പിഴ. നമുക്ക് അല്ലെ 10,000 രൂപയാണ് പിഴ. അപ്പൊ ശിക്ഷയും അല്ലെ തടവും പിഴയും കുറഞ്ഞു വരികയാണ്. ഇപ്പൊ എത്രയാണ് നമ്മുടെ സിനിമ ഹാളിൽ ഇത് പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ 6 മാസം തടവും അതുപോലെ 10,000 രൂപയാണ് പിഴ എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇത്രയും സെക്ഷൻ ഇന്ന് നോക്കിയാൽ മതി. ഇനി കുറച്ചും കൂടി സെക്ഷൻസിൽ പഠിക്കാനുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ എടുത്ത കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാം, റിവൈസ് ചെയ്ത് വരാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ സെക്ഷൻ 8 നമ്മൾ സെക്ഷൻ 8 പറഞ്ഞതല്ലേ, എന്താണെന്ന് ഓർത്തെടുത്തേ. സെക്ഷൻ 8 എല്ലാവർക്കും അറിയുന്നല്ലേ. സെക്ഷൻ 8 എപ്പോഴും ഞാൻ പറയുന്നതാണ് അല്ലെ, ചാരായം അല്ലെ. അപ്പൊ ചാരായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൈവശം വെക്കലും അതിന്റെ ഉൽപാദനവും കടത്തലും ഒക്കെയാണ് സെക്ഷൻ 8 പറയുന്നത് അല്ലെ. അപ്പൊ സെക്ഷൻ 8 1 പറഞ്ഞു അല്ലെ, അത് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു വ്യക്തി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു ലൈസൻസ് ഇല്ലാതെ. അങ്ങനെയാണെങ്കിൽ ലൈസൻസ് ഇല്ലാതെ അങ്ങനെ ആ ഒരു വ്യക്തി ചെയ്തു കഴിഞ്ഞാൽ അയാൾക്കുള്ള ശിക്ഷയാണ് എന്താ സെക്ഷൻ 8 2 എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ശിക്ഷ? 10 വർഷം തടവും 1,00,000 രൂപ പിഴയും. ക്ലിയർ അല്ലേ? 10 വർഷം തടവും 1,00,000 രൂപ പിഴയും. അടുത്തത് സെക്ഷൻ 13 പറഞ്ഞല്ലേ. സെക്ഷൻ 13 എന്താ പറഞ്ഞത്? സെക്ഷൻ 13 എന്തായിരുന്നു പറഞ്ഞത്? അതെ, അളവിൽ കൂടുതൽ അല്ലേ, അളവിൽ കൂടുതൽ നമ്മൾ മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ കൈവശം വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷയാണ് സെക്ഷൻ 13 പറയുന്നത് അല്ലേ. എന്ത് ശിക്ഷയാണ് കിട്ടുന്നത്? 2 വർഷം തടവാണ് അല്ലേ. 2 വർഷം തടവും അതുപോലെ 5,000 രൂപ പിഴയുമാണ് അല്ലേ. എത്രയാണ്? 2 വർഷം തടവും അതുപോലെ 5,000 രൂപയാണ് പിഴ എന്ന് പറയുന്നത്. അതെ, ഇവിടുന്ന് അങ്ങോട്ടേ ശിക്ഷകളൊക്കെ സെയിം ആണ്. 13 മുതൽ 15C വരെ എന്താണ് സെയിം ശിക്ഷകളാണ് കേട്ടോ. നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓർഡറിലാക്കി പഠിക്കുക, അപ്പൊ പഠിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ 15 എന്താ പറഞ്ഞിരുന്നത്? നമ്മൾ പറഞ്ഞല്ലേ മദ്യവും മറ്റു ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പന അല്ലെ, സെയിൽസ് ആണ് ഇവിടെ 15 പറയുന്നത്. സെയിൽസ് പാടില്ല എന്ന് പറയുന്ന സെക്ഷനാണ് 15 എന്ന് പറയുന്നത്. 15A എന്താ പറഞ്ഞത്? 15A B C നമ്മൾ സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. 15A എന്താണ്?
23 വയസ്സിന് താഴെയുള്ള വ്യക്തി അല്ലെ മദ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അയാൾക്കുള്ള ശിക്ഷയാണ് എന്താ 15A പറയുന്നത് അല്ലെ. എത്രയാണ് അല്ലെ, സെയിം ശിക്ഷയാണ്, 2 വർഷം തടവും അതുപോലെ 5000 രൂപ പിഴയുമാണ്. ഓക്കെ, 15B ആണെങ്കിലോ ഇങ്ങനെ 23 വയസ്സിന് താഴെയുള്ള ആൾക്ക് അല്ലെ മദ്യം വിൽപ്പന ചെയ്താൽ അയാൾക്ക് കൊടുത്തു കഴിഞ്ഞാലും എന്താണ് ശിക്ഷയാണ്, അതിനും സെയിം ശിക്ഷയാണ്, 2 വർഷം തടവും 5000 രൂപ പിഴയും അല്ലെ. നമ്മുടെ ശിക്ഷയും പിഴയും എന്താണ്, സെയിം ആണ്, ഓർത്ത് വെക്കുക. അടുത്തത് 15C ആണ്. 15C എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? 15C എന്താണ് അല്ലെ, കോമൺ അല്ലെ. സി എന്താ നമ്മൾ പറഞ്ഞു, കോമൺ പ്ലേസ് അല്ലെ, കോമൺ പ്ലേസിലാണ്. അപ്പൊ 15C എന്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്? കോമൺ പ്ലേസിൽ മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്നത് തടയുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെ, അതിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് 15C. അങ്ങനെ ചെയ്താലുള്ള ശിക്ഷ എന്താണ്? 2 വർഷം തടവും അതുപോലെ 5000 രൂപ പിഴയുമാണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെച്ചേക്കാം. ഇനി അടുത്ത് നമ്മൾ 15 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 55മായി ബന്ധപ്പെട്ടിട്ട് 6 സെക്ഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, അതിൽ GHI ആണ് അതിന്റെ ക്യാപിറ്റലും സ്മോൾ ലെറ്ററും ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ 55മായി ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെയാണ്? GHI ആദ്യം സ്മോൾ ലെറ്റർ പഠിക്കുന്നതിന് ശേഷം GHI അതിന്റെ ക്യാപിറ്റൽ ലെറ്ററുമാണ്. അപ്പൊ 55G അല്ലെ, 55G എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? 55G എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ? പാത്രങ്ങളിലെ, അതായത് ഈ എന്താണ് ഈ മദ്യവും മറ്റ് സാധനങ്ങളൊക്കെ കള്ളൊഴികെയുള്ള അല്ലെ, കള്ളൊഴികെയുള്ള ഇതൊക്കെ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട പാത്രങ്ങളോ അതൊക്കെ അതുമായി ബന്ധപ്പെട്ട സജ്ജീകരണങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷയാണ് അല്ലെ. എത്രയാണ്? 10 വർഷം തടവും അതുപോലെ 1 ലക്ഷം രൂപ പിഴയുമാണ്. ഓക്കെ, 55H എന്താണ്? H എന്താണ്? H അല്ലെ, നമ്മൾ ബോട്ടിൽ പറഞ്ഞു അല്ലെ, ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അല്ലെ ഓരോരോ കുപ്പികളിലാക്കി കൊടുത്തു കഴിഞ്ഞാലും എന്താണ്, കുപ്പികളിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ റെഡിയാക്കി വെക്കുക, അതിനും എന്തുണ്ട്, ശിക്ഷയുണ്ട് അല്ലെ. 10 വർഷം സെയിം തന്നെയാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ 10 വർഷം 1 ലക്ഷം രൂപ പിഴയുമാണ്. I എന്തായിരുന്നുടാ? I 55I 55ആയി എല്ലാം റെഡിയാക്കിയിട്ട് സജ്ജീകരിച്ച് ഇങ്ങനെ നിൽക്കണം, ഒക്കെ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടൊക്കെ റെഡിയായി നിന്ന് കഴിഞ്ഞാലും എന്താണ്, ശിക്ഷയുണ്ട് അല്ലെ. അതും എന്താണ്, കുറ്റമാണ്. അപ്പൊ വിൽപ്പന നടന്നിട്ടില്ലെങ്കിലും എല്ലാതും റെഡിയാക്കി വെച്ചിട്ടില്ലേ ഒക്കെ ഉണ്ടാക്കി ഒക്കെ കുപ്പികളിലാക്കിയിട്ട് വിൽപ്പനയ്ക്കായി റെഡിയായി നിന്ന് കഴിഞ്ഞാലും എന്താണ്, അതും കുറ്റമാണ്. അതിന്റെ ശിക്ഷയും എന്താണ്, 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ്. ക്ലിയർ അല്ലേ? പിന്നെ അടുത്ത അങ്ങോട്ടുള്ള 55 അല്ലെ, ക്യാപിറ്റൽ ലെറ്റർ GHI ആണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് വൺ 55G അല്ലെ, ക്യാപിറ്റൽ ലെറ്റർ G എന്താ പറയുന്നത്? G എന്താണ് അല്ലെ, ലൈസൻസ്, അതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ വ്യാജമായിട്ട് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിൽപ്പന അതൊക്കെ നടത്തി കഴിഞ്ഞാൽ അതിന്റെ ശിക്ഷയാണ് 55G എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? എത്രയാണ്? 3 വർഷം തടവും അതുപോലെ 1 ലക്ഷം രൂപ പിഴയുമാണ്. അടുത്തത് 55H ആണ് അല്ലെ, ക്യാപിറ്റൽ ലെറ്റർ H ആണ്. എന്താ അതിനെ കുറിച്ച് പറയുന്നത്? 55H അല്ലെ, എന്താണ്? നിയമപരമല്ലാത്ത പരസ്യങ്ങളൊക്കെ അല്ലെ അത് പ്രസിദ്ധീകരിക്കുക അല്ലെ. ഇത് ഇപ്പൊ മദ്യവും മറ്റു ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ശിക്ഷ എന്താണ്? 55H പറയുന്നത് അല്ലെ. അതിന് 6 മാസം തടവും 25000 രൂപ പിഴയുമാണ്. ലാസ്റ്റ് വൺ 55I ആണ് അല്ലെ. I എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? നമ്മുടെ തിയേറ്ററുമായി ബന്ധപ്പെട്ടിട്ടില്ലേ, തിയേറ്ററിൽ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് അതുപോലെ സിനിമയിൽ പരസ്യങ്ങളല്ല സോറി, സിനിമയുടെ ഉള്ളിൽ മദ്യം മറ്റ് ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനല്ലേ ആ ഭാഗത്ത്, ആ സിനിമന്റെ ആ ഒരു പോർഷനിൽ ആ ഭാഗത്ത് മാത്രമായിട്ട് ചെറിയ രീതിയിൽ ഇത് എന്താണ്, ഹാനികരമാണ് എന്ന് എഴുതണം അല്ലെ. അങ്ങനെ എഴുതാത്ത കേസിലാണ് അതെന്തായി മാറുന്നത്, കുറ്റമായിട്ട് മാറുന്നത്. അതിനും എന്താണ്, ചെറിയ ശിക്ഷയുള്ളൂ അല്ലെ, 6 മാസം തടവും അല്ലെങ്കിൽ 10000 രൂപ പിഴയുമാണ് കേട്ടോ. അപ്പൊ ഇന്ന് ഇത്രയും സെക്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം, കുറേശ്ശെ പഠിച്ചു പോവുക, എന്ത് ചെയ്യുക, തെറ്റാതെ പഠിക്കുക കേട്ടോ. എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ചെറിയ കോഡൊക്കെ വെച്ചിട്ട് പഠിക്കുക. ഓക്കെ, അപ്പം അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണുന്നത് വരെ ഓക്കെ, താങ്ക് യു.